പുള്ളിക്കാരൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നാമക്കൽ പുതിയ ബസ് സ്റ്റാൻഡ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. പുതിയതാണ് കേട്ടോ, ഇപ്പം പണിതതാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്ത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ നല്ല വിശാലമായ 2 വീലർ 4 വീലർ പാർക്കിംഗ് കേട്ടോ. ഒരുപാട് വണ്ടികൾക്ക് വാഹനങ്ങൾക്ക് നിർത്തിയിടാം കേട്ടോ. നല്ല മൊത്തം 2 വീലറാണ് ഭൂരിഭാഗം. ബസ് സ്റ്റാൻഡിനകത്ത് ടോയ്ലറ്റുകളൊക്കെ 3 എണ്ണമാണ്. ഇത് ഒരെണ്ണം, ഇത് 2 എണ്ണം ആ ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. ആ ബസ്സിനപ്പുറത്തേക്കുണ്ട് 2 എണ്ണം. നല്ല സൗകര്യമുണ്ട് കേട്ടോ, നല്ല സൗകര്യമുണ്ട്, വൃത്തിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഴയ കോയമ്പത്തൂരില്ലേ, കോയമ്പത്തൂരിനെ പോലെയല്ല, നല്ല വൃത്തിയുണ്ട്. മൊത്തത്തിൽ സിറ്റി തന്നെ നല്ല വൃത്തിയുള്ളതാണ്. ഇതേ മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി വലിയ പന്തൽ, അതിനകത്ത് ബസ്സുകൾ നിൽക്കുന്നു, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതൊരു ബസ് കയറി വരുന്നു. ഞാൻ ശരിക്കും പുതിയ ബസ് സ്റ്റാൻഡിൽ റൂമുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ റൂമുകളൊന്നുമില്ല. നമുക്ക് തിരിച്ച് പഴയ ബസ് സ്റ്റാൻഡിലോട്ടും തന്നെ പോകേണ്ടി വരും. കാരണം ലോഡ്ജൊക്കെ ആ ഭാഗത്താണ്. ഈ പുതിയ ബസ് സ്റ്റാൻഡ്, നാമക്കൽ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടത്തേക്ക്. ഇത്ര മാറിയത് കൊണ്ടായിരിക്കാം ഇവിടെ ആളുകളുടെ ഒരു കുറവ് കാണുന്നുണ്ട്. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും. ഞാനിപ്പോൾ വൈകുന്നേരമാണ് നിൽക്കുന്നത്. വൈകുന്നേരം തന്നെ ആളുകൾ കുറവാണ്. കാരണം ഈ ഭാഗത്ത് പ്രത്യേകിച്ച് വലിയ സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ ആളുകളുടെ ഒരു കുറവും പിന്നെ റൂംസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കുറവും. എനിക്കൊന്ന് ഈ ഇടയ്ക്ക് മറ്റോ ഇനാഗുറേറ്റ് ചെയ്തതാണ് കേട്ടോ. അതാ 2 വലിയ ആർച്ചുകൾ എൻട്രൻസ്, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനുള്ളത്. 2 എണ്ണം കേട്ടോ. ഇത് ഇറങ്ങിപ്പോകാൻ അങ്ങ് അപ്പുറത്തുള്ളത് കയറാം. ഇതേ ഒരു ബസ് ഇറങ്ങി പോകുന്നു. ആഹാ, തമിഴ്നാട് ബസ്സുകൾ എക്സ്പ്രസ്സാണ് കേട്ടോ. ഇത് അങ്ങ് കാണുന്ന മലയില്ലേ, അതിന് മേലെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇത് ആ കാറും പിന്നെ അതുപോലെ തന്നെ ആ ബസ്സും, ബസ് വരുന്നില്ല, അതിന് പുറകിലായിട്ട് കാണുന്ന മല. ആഹാ, എന്താ സ്ഥലം എന്ന് പറയാം, അടിപൊളിയാണ് കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഷോപ്പുകളൊക്കെ കുറവാണ് ഇതിനകത്ത്. നാമക്കൽ ബസ് വരുന്നു. ഇനി തിരിച്ച് പഴയ ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ, കാരണം അവിടെ മാത്രം റൂം കിട്ടുള്ളൂ നമുക്ക്. ഞാനിപ്പോഴും നാമക്കൽ തന്നെയാണ്. നാമക്കൽ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇന്ന് വേറെ പ്രത്യേകിച്ച് ട്രെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, റോക്ക് ഫോർട്ട്, അത് കാണണം. ഇവിടുന്ന് കാണാം കേട്ടോ. ഇത് ആ കാണുന്നതാണ് കേട്ടോ റോക്ക് ഫോർട്ട്. ആ ബിൽഡിങ്ങിന് അപ്പുറത്തുള്ളത് കണ്ടില്ലേ, ഇവിടുന്ന് കാണാം നമുക്ക് ഏറെക്കുറെ. അപ്പം അതാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് കേട്ടോ താമസിച്ച റൂം. ഡോറ് തുറന്നാൽ സൗണ്ട് കേൾക്കാം. പ്ലസ് ഇതാണ് ഒരു കട്ടിലുണ്ട്, എൻ്റെ ബാഗ് ഇരിപ്പുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ സൗകര്യങ്ങൾ എന്ന് പറയാൻ ഒരു TV ഇരിപ്പുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. ഒരു ഡെസ്ക്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. വലിയ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. 800 രൂപയാണ് കേട്ടോ റൂമിൻ്റെ ചാർജ്. അതിന് ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റ് ഇത്രയേ ഉള്ളൂ. വലിയ വൃത്തിയൊന്നുമില്ല, എന്നിരുന്നാലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക്, അത്രയേ ഉള്ളൂ. ഒരു ദിവസത്തെ കല്ല കുഴപ്പമില്ല. പിന്നെ ഒരു ബിരിയാണി ചെമ്പ് കൂടിയുണ്ട്, ഒരു കണ്ണാടി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ കാണണമല്ലോ, കാരണം നിങ്ങളെന്തെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ കാണണ്ടേ. 800 രൂപയ്ക്ക് താഴെ ചാർജുള്ള റൂമുകളൊക്കെ കിട്ടും കേട്ടോ. അതായത് 300 രൂപയ്ക്ക് 350, 400 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ റൂമുകളുണ്ട്. പക്ഷെ അവിടുത്തെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. സൗകര്യങ്ങൾ എന്ന് പറയുന്നത് സൗകര്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കൂറയുടെ ഒരു അതിപ്രസരമുണ്ട് അതിനകത്ത്. ഞാൻ കയറി നോക്കി, ഒട്ടുമിക്ക എല്ലാ റൂമുകളും ഞാൻ കയറി നോക്കി. ആ ഒരു റേഞ്ചിലുള്ള റൂമുകൾ കൂറ നമ്മുടെ കൂടെ വീട്ടിൽ വരും, അതാണ് പ്രശ്നം.
അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ളൊരു റൂം എന്ന് പറയാൻ നമുക്ക് തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. മറ്റെല്ലാ റൂമുകളിലും കൂറയുടെ ശല്യമാണ്, ഭയങ്കര ശല്യമാണ് കൂറ. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കി അത്യാവശ്യം പൈസ കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതി ഈ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെക്കൗട്ട് ബില്ല്. ബില്ലൊക്കെ ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ റൂമിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. സമയം 7:30 ആയതല്ലോ കേട്ടോ. പക്ഷേ ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ, ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഇതാണ് കേട്ടോ നാമക്കൽ പഴയ ബസ് സ്റ്റാൻഡ്. വളരെ പഴയതാണെങ്കിലും ബസ് സ്റ്റാൻഡ് വൃത്തിയായി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, രാവിലെ തന്നെ എല്ലാം വൃത്തിയാക്കി. ഒരു ചപ്പ് ചവറുകളോ പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട് സിറ്റി. ഇത് ബസ് സ്റ്റാൻഡിന് തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ഒറ്റക്കൽ കോട്ട, റോക്ക് ഫോർട്ട്, നാമക്കൽ. കച്ചവടക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇത് പഴം തേങ്ങയൊക്കെ വിൽക്കാൻ നിൽക്കുന്നു. തമിഴ്നാട്ടിലെ വലിയ ഓട്ടോറിക്ഷ, ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരെ എടുക്കാം, പിക്ക് ചെയ്യാം. റോഡ് മുറിച്ചു കൊടുക്കുന്നതിന് നിയമം തെറ്റിച്ചെന്ന് വേണ്ട, സീബ്ര ലൈൻ ഇരിക്കുന്നുണ്ടോ? ഓക്കെ, കടക്കാം. രാവിലെ ചായ കുടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് വൃത്തിയില്ലെങ്കിലേ, ഇന്നലെ ഒരുപാട് പ്രാവശ്യം ഞാൻ കക്കൂസിലിരുന്നത്, അതുകൊണ്ട് വേണ്ടായിട്ട് അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. എവിടെ കാണുന്നില്ല, ഒന്നും തുറന്നില്ല. രാവിലെ ആയതുകൊണ്ടേ, രാവിലെ ഒരു 8 മണി ആയതേ ഉള്ളൂ, ഒന്നും തുറന്നിട്ടില്ല. വലിയൊരു രഥം കിടക്കുന്നുണ്ട, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് ആ ബിൽഡിങ്ങിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട്, വേണ്ട ഉയരമുണ്ട്. വലിപ്പമല്ല, ഉയരം. രഥത്തിൻ്റെ ആ കൊത്തുപണികളൊക്കെ ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. എല്ലായിടത്തും കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം കുടിക്കണമെങ്കിൽ ഇത് അതുമുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട്, അത് സമ്മതിക്കണം. നാമക്കൽ ടൗൺ മൊത്തത്തിലൊരു വൃത്തി ഉണ്ട്. കോയമ്പത്തൂരിനെ പോലെ അല്ല നാമക്കൽ ടൗൺ. ഇതിവിടെ ഒരു ക്ഷേത്രം കേട്ടല്ലോ, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്, നല്ല കളർഫുൾ ക്ഷേത്രങ്ങൾ. ഇല വന്നോട്ടോ. ഇനി നെയ്റോസ്റ്റ് വേണം, നെയ്റോസ്റ്റാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓടയായിരുന്നു, ഞാൻ വിചാരിച്ച് കിണറായിരിക്കുന്നു. നല്ല വൃത്തിയിൽ പണിത് വെച്ചിരിക്കുന്നതുകൊണ്ടേ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ പണിത് വെച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ കരുതി കിണറായിരിക്കുന്നു, പക്ഷെ അത് ഓടയാണ്. എന്നടാ എനിക്ക് തമിഴ് തരികപ്പാ. ഇതാണ് നമ്മളുടെ രാമക്കൽ രംഗനാഥാർ ടെമ്പിൾ പ്ലസ് നമ്മുടെ റോക്ക് ഫോർട്ട്. വലിയൊരു ഒറ്റക്കൽ പാറയാണ് കേട്ടോ ഇത്. അതിന് മേലെയാണ് കൊണ്ട് കോട്ട കെട്ടിയിരിക്കുന്നത്. തൊട്ട് താഴെ ക്ഷേത്രവും. ഹേയ് തമ്പി, ഉൻ പേരെന്നാ? Hey, do not bite. അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് കേട്ടോ കാമലയ ടാങ്ക്. കാമലയ ടാങ്ക് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഈ ഒരു ലേക്കിന്, കുളത്തിന് വെള്ളം നമുക്ക് മോശമല്ല കേട്ടോ, കുഴപ്പമുള്ള വെള്ളമൊന്നുമല്ല, നല്ല വെള്ളമാണ്. ഇത് തമിഴ്നാടിൻ്റെ വലിയ ആപ്പ ഓട്ടോറിക്ഷകൾ നിരന്ന് നിൽക്കുന്നു. 10 പേരൊക്കെ എടുക്കാം കേട്ടോ. കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ് പോകുന്നത്.
ഈ കോട്ടയുടെ എൻട്രൻസ് തപ്പി ഞാൻ കുറേ നടന്നു കേട്ടോ, വളഞ്ഞ് ചുറ്റി നടന്നു. ഞാൻ ആദ്യം പോയി അതിൻ്റെ പുറകുവശത്തേക്കാണ്, പുറകുവശത്തല്ല എൻട്രൻസ്, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻട്രൻസ് ഉള്ളത്. എൻട്രൻസ് തപ്പി നടന്ന് അവസാനം എത്തി കേട്ടോ എൻട്രൻസിലേക്ക്. ഇത് പക്ഷേ എല്ലാം വീടുകളാണ് ഈ ഭാഗത്തൊക്കെ, ആൾതാമസമുണ്ട് കേട്ടോ എല്ലായിടത്തും. ഈ ഭാഗത്തൊക്കെ ആൾതാമസമുണ്ട്, അതാണ് കോട്ട നമ്മുടെ. ഇവിടെയൊക്കെ ആൾതാമസമുണ്ട്. അങ്ങനെയാ? ആ ഓക്കെ. ഇതെല്ലാം ആൾതാമസമുണ്ട് കേട്ടോ. ആൾതാമസം ഉണ്ട് എന്ന് മാത്രമല്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടയ്ക്ക് മേലെ എന്താ വയ്യ. അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. ഈ ആൾതാമസമുള്ള ഭാഗത്തുണ്ടല്ലോ, ഇതിലൂടെയാണ് മേലേക്ക് കയറുക. വലിയൊരു മാവ്, അതിൽ നിറയെ മാങ്ങയും. ആ ഉടമസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെ പറിക്കുന്നില്ല. ഞാൻ ഈ കോട്ടയിലേക്ക്, നമ്മുടെ നാമക്കൽ ഫോർട്ടിലേക്ക് രാവിലെ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വെയിൽ കുറവായിരിക്കും. ഏകദേശം ഒരു 8 മണി 9 മണി ഒരു 10 മണി വരെ വെയിൽ കുറവായിരിക്കും. അതിനുശേഷം നല്ല വെയിലായിരിക്കും. നല്ല വെയിലിൻ്റെ ചൂടും പ്ലസ് ഈ പാറയും കൂടി ചൂടാവും. ഈ താഴെ കൊടുത്ത് ഉള്ള ഈ പാറയുണ്ടല്ലോ, ഇതും കൂടി ചൂടാവും. അതുകൊണ്ടാണ് രാവിലെ കയറിയത്. എനിക്ക് പിന്നെ അത്രയും ചൂട് സഹിച്ചാൽ മതിയല്ലോ നമ്മൾ. അതാണ് നമ്മുടെ കോട്ട. കോട്ടയുടെ വലിപ്പം കണ്ടോ, ഉയരം കണ്ടോ, അത്യാവശ്യം നല്ല ഉയരം ഉണ്ട് കേട്ടോ. ഇത് മേലെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ചന്ദ്രഗിരി കോട്ടയെ പോലെ തന്നെയാണ്, അതിനേക്കാളും വലിപ്പമുണ്ട് കോട്ടയ്ക്ക്. പക്ഷേ വലിയ കാഴ്ചകളൊന്നുമില്ല. ആകെ കൂടെ കാണാൻ പറ്റുന്നത് ഈ താഴെയുള്ള ടൗൺഷിപ്പ് മാത്രമാണ്. നാമക്കൽ ടൗൺ സിറ്റി യഥാർത്ഥത്തിൽ ഫേമസ് ഫോർ എഗ് പ്രൊഡക്ഷൻ വേണ്ടിയാണ്. ഈ സിറ്റി തന്നെ അറിയപ്പെടുന്നത് എഗ് സിറ്റി എന്നാണ് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ മുട്ടക്കോഴി വളർത്തുന്നതും മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതും ഈ സിറ്റിയിലാണ്. അതുപോലെ തന്നെ കയറ്റുമതിയുമുണ്ട്. അതുകൊണ്ടാണ് എഗ് സിറ്റി എന്ന വിളിപ്പേര് നാമക്കലിന് വന്നത്. അതുപോലെ തന്നെ ഈ പാറയുണ്ടല്ലോ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാറയുണ്ടല്ലോ, നാമക്കൽ ഫോർട്ട്, ഈ പാറയുടെ യഥാർത്ഥ പേര് നാമഗിരി എന്നാണ്. ആ നാമഗിരി എന്ന പേരിൽ നിന്നാണ് ഈ സിറ്റിക്ക് പേര് നൽകിയിരിക്കുന്നത്, നാമക്കൽ. അതും കൂടി അറിഞ്ഞിരിക്കുക. ഇതെന്താണ് ശരിക്കും ക്ഷേത്രം തന്നെയാണോ? ലോക്കിട്ട് പൂട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് പൂജ എന്നില്ലാന്ന് തോന്നുന്നു. നോക്കാം. അത് കരുന്നതിനിപ്പോൾ എന്താ കുഴപ്പമില്ല. പൂജയുണ്ട് കേട്ടോ, പൂജയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അടച്ചിരിക്കുകയത്. പോട്ടെ. അവിടെ സമാധാനത്തിരിക്കുന്ന ദൈവമാണ്, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ, അറിഞ്ഞൂടാ.